അല്ലാഹുവേ സല്ലി അലാ മുഹമ്മദ്. ആ ഹബീബിന്റെ പേരിൽ റബ്ബേ നീ തന്നെ സ്വലാത്ത് ചൊല്ലണേ. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആ ഹബീബിലേക്ക് അടുക്കണം. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. ചില ആൾക്കാർ ഇങ്ങനെ വാട്സൊക്കെ നോക്കുന്നുണ്ട്. 10:45 11:05 ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ 9:30 മണിക്ക് ആരംഭിച്ചിട്ടുണ്ട്, 9:35 ആരംഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എല്ലാ ദിവസവും 9:30 മുട്ടുമ്പോൾ നമുക്ക് തുടങ്ങണം. എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ സഹോദരങ്ങൾ? ആ അഭിപ്രായത്തിൽ ഓക്കെ പറയുന്നവർക്ക് ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞ് കൃത്യം 9:30 തുടങ്ങണം എന്ന് പറയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കി. ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് കൈതാക്കും. കൃത്യം 9:30 ഞങ്ങളും എത്തിയിരിക്കുമെന്ന് പറയുന്നവർ കൈവക്കും. മാഷാ അല്ലാഹ്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. സിറാജുദ്ദീൻ ദാരിമിക്ക് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരാൻ വരുന്ന മുഹമ്മദ് മുസ്തഫ, നമ്മെ തൊട്ട് നരകം കൊട്ടിയടക്കാൻ ആഗതനായ മുഹമ്മദ് മുസ്തഫ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുടെ മഹാജാലകങ്ങൾ തുറന്നിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറയാനും കേൾക്കാനും ഓർക്കാനും രോമാഞ്ചമണിയാനും കണ്ണീരൊഴുക്കാനും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ 9:30 മണിക്ക് നമുക്ക് തുടങ്ങണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. കാരണം നമ്മൾ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. എന്റെ അഭിപ്രായത്തിൽ മഗ്‌രിബ് കഴിഞ്ഞ ഉടൻ തന്നെ തുടങ്ങണം എന്നാണ്. പക്ഷെ നിങ്ങളുടെ ഈ നാട്ടിന്റെ സെറ്റപ്പിൽ അത് വലിയ സൗകര്യപ്രദമായ ഒരു ആശയമല്ല എന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഇശാ നിസ്കരിച്ച് ഉടൻ ഒരു 9:30 ആവുമ്പോഴേക്ക് ഇവിടെ വന്നാൽ പെട്ടെന്ന് തുടങ്ങിയാൽ ഒരു 11-11:15 വരെ വേണം പറഞ്ഞാൽ ഒരു 1:45-2 മണിക്കൂർ വേണം. നമ്മുടെ മദ്രസന്റെ സെക്രട്ടറി, നമ്മളെ കാണാൻ കുഞ്ഞാണെങ്കിൽ ആള് വലിയ ആളാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു ഇവിടെ ഉണ്ടോ? ഇല്ലേ? മദ്രസന്റെ സെക്രട്ടറി ഇവിടെ ഇല്ലേ? മാഷാ അല്ലാഹ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാന് വന്ന് ആദ്യം വരാൻ തുടങ്ങപ്പോ എന്റെ മനസ്സിന്റെ ക്യാമറയിൽ മായാത്ത ആ പുഞ്ചിരി, അമീനി ദ്വീപ് എന്ന് പറയുന്ന ആ പ്രദേശത്തിന്റെ പുഞ്ചിരി ഇങ്ങനെ വരും, തെളിഞ്ഞു വരും, വീഡിയോ വരും പോലെ. അല്ലാഹു സ്വർഗത്തിലും ചിരിക്കാൻ ഭാഗ്യം നൽകട്ടെ. അങ്ങനെ ഒരുപാട് സേവകന്മാർ നമ്മുടെ മദ്രസക്ക് ഇന്നലകളിൽ മരിച്ചുപോയി. അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കണേ റബ്ബേ, അവരുടെയൊക്കെ ഖബർ വിശാലമാക്കണേ റബ്ബേ. ഇന്ന് നേതൃത്വം നൽകുന്ന കരുത്തുറ്റ നേതാക്കന്മാർ മഹാനായ മുത്തുക്കോയ തങ്ങൾ, അമീനി ദ്വീപിന് സമ്മാനിച്ച ആലിമീങ്ങളും ഉമറാക്കളും ഇവിടെയുണ്ട്. ചെറുപ്പക്കാരെ, അവരുടെ കൽപ്പനകൾക്ക് കാതോർത്ത് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. മഹാനായ തങ്ങളവர்கள் നമ്മുടെ മുന്നിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തന്ന ആലിമീങ്ങൾ, അതേപോലെ ഉമറാക്കൾ, അവരെന്ത് പറയുന്നുവോ അവരൊരു വരവരച്ചാൽ അവിടെ നിൽക്കണം നിങ്ങൾ. എങ്കിൽ മഹാനായ മുത്തുക്കോയ തങ്ങളുടെ കൈപിടിച്ച് സ്വർഗത്തിലെത്താം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഖബറിൽ കിടന്ന മഹാനവറുകൾ ഇങ്ങനെ ആനന്ദിക്കുന്നുണ്ടാവും. നമ്മളെ പോലല്ല. മഹാന്മാരെന്ന് പറഞ്ഞ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പവർ കൂടും. അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ആത്മാവ് ശരീരമാകുന്ന കൂട്ടിനകത്താണ്. അതിനൊരു പരിധിയുണ്ട്. നമ്മുടെ റൂഹിന് പോകാൻ എവിടെയും കഴിയില്ല. ശരീരത്തിനകത്താണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഖബറിലാണ്, റൂഹ് സ്വതന്ത്രമാണ്. അങ്ങനെയാകുമ്പോ ഔലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും അർവാഹുകൾ ഇങ്ങനെ സഞ്ചരിക്കും. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച രാവിലും പെരുന്നാൾ രാവിലും അറഫ രാവിലും ബറാത്ത് രാവിലും പുണ്യമുള്ള രാവുകളിലൊക്കെ മരിച്ചുപോയ ഉമ്മാമ്മമാർക്കും ബാപ്പമാർക്കൊക്കെ നിങ്ങൾ യാസീനോദന എന്ന് പറയുന്നത്. കിതാബുർ റൂഹിൽ കാണാം, ഇബ്നുൽ ഖയ്യിം എഴുതി വച്ചിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്കാരുടെ റൂഹിൽ ഇങ്ങനെ വരും വിശുദ്ധ ദിനങ്ങളിൽ. എന്റെ മക്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ? പുണ്യദിനങ്ങളിൽ എന്റെ മക്കൾ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് മരിച്ചുപോയ എല്ലാവരുടെയും മുഅ്മിനീങ്ങളുടെ റൂഹിൽ ഇങ്ങനെ വരും. സാധാ മുഅ്മിനീങ്ങളുടെ റൂഹിൽ ഇങ്ങനെ വരും. പിന്നെ മഹാന്മാരുടെ റൂഹിൽ കഥ പറയാനുണ്ടോ? നമുക്കിവിടെ കാണാൻ
ഫതഹുല്ലാമത്ത് കോയ തങ്ങൾ ഇവിടെ കാണാനില്ല. നമ്മുടെ കണ്ണിന് കാണാൻ ആ പവറില്ലാതേ ഉള്ളൂ. മഹാനവറുകൾ ഈ സദസ്സിൽ വന്നിരുന്നിട്ട് അൽഹംദുലില്ലാഹ് ഞാൻ ഇവരോട് ദേഹവിയോഗം നടത്തിപ്പോയെങ്കിലും എന്റെ ഈ ഉമ്മത്ത് എന്റെ വഴിയിൽ തന്നെ ഉണ്ടല്ലോ റബ്ബേ. റബ്ബിന്റെ സെക്രട്ടേറിയറ്റിൽ വെച്ച് നമുക്ക് ദുആ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് അമീൻ ദ്വീപിലെ ചെറുപ്പക്കാരായ മക്കളെ, ഖൽബിൽ ഈമാനുള്ള മക്കളെ, മഹാനവറുകൾ പോകുമ്പോ നമ്മെ അനാഥമാക്കിയിട്ടല്ലോ പോയത്. ഇന്നുള്ള ആലിമീങ്ങളെ മുന്നിൽ പ്രതിഷ്ഠിച്ചു തന്നില്ലേ? കരുത്തുറ്റ ഉമറാക്കളെ പ്രതിഷ്ഠിച്ചു തന്നില്ലേ? അവര് പറയുന്നിടത്ത് നിൽക്കാൻ, അവരുടെ കൽപ്പനയുടെ മുന്നിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറുണ്ടോ? വിജയത്തിന്റെ പടികളിൽ നാം പടിപടിയായി കയറി ചെല്ലും. അല്ലാഹു അതിനുള്ള ഭാഗ്യം തരട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി പറഞ്ഞു പോവുകയാണ്. അല്ലേ, മഹാനായ ഫതഹുല്ലാ തങ്ങൾ എന്ന് പറഞ്ഞാൽ സയ്യിദാണ്, ആലിമാണ്, ആബിദാണ്, സൂഫിയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു പൊന്നിൻ കുടത്തിൽ തേനൊഴിച്ച പോലെ, പൊന്നിൻ കുടത്തിൽ തേനൊഴിച്ച പോലെ, പൊന്നിന്റെ കുടം അതിൽ തേനൊഴിച്ചു, അതിൽ കുറച്ച് മുത്തുകളിട്ടു, അതിനകത്ത് കുറച്ച് പവിഴവും നിറച്ചു എന്നതുപോലെ ഫതഹുല്ലാ തങ്ങൾ എന്ന പൊന്നിൻ കുടം, ആ പൊന്നിൻ കുടത്ത് ഇൽമങ്ങ് നിറച്ചു, ഇൽമെന്ന തേനൊഴിച്ചു. ഇബാദത്ത്, അതേ ഇബാദത്ത് എന്നുള്ള മുത്തുകൾ ഇങ്ങനെ നിറച്ചു. യാ അല്ലാഹ്, സൂഫിയത്ത് എന്ന പവിഴങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ചു. എല്ലാറ്റിനും മുന്നിൽ തണലായി, തുണയായി. അതേ പതിറ്റാണ്ടുകളോളം ഈ ഉമ്മത്തിന്റെ മുന്നിൽ നിന്നു എന്തൊരു സമാധാനമായിരുന്നു നമുക്ക്. മഹാനവറുകളുടെ വേർപാടുണ്ടായപ്പോ യാ അല്ലാഹ്, ഇപ്പോഴടുത്തൊന്നും അവര് വഫാത്താകരുതായിരുന്നല്ലോ എന്നെല്ലാവരും ചിന്തിച്ചു പോകുന്ന ഒരു നിലയിലാണ് നമ്മളുള്ളത്, അല്ലേ? എന്നാൽ റബ്ബേ, ആ മഹാനവറുകൾ വരച്ചു വെച്ച വഴിയുണ്ടല്ലോ, ആ വഴിയിൽ നിന്ന് അവിടെ പോലും വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ ഈ ഉമ്മത്തിന്റെ ഭാഗ്യം തരണേ അല്ലാഹ്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ദ്വീപുകാര് പറയുന്നത്, ആ സയ്യിദ് സാഹിബ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ ദുരന്തമൊന്നും നേരിടേണ്ടി വരികയില്ലായിരുന്നല്ലോ. സീറോയിലായിരുന്ന ലക്ഷദ്വീപ് ജനതയെ ഹീറോയിസത്തിലേക്ക് കൊണ്ടുപോയി സകലമായ അവകാശങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ ഗർഭിച്ചുകൊണ്ട് വാങ്ങിച്ചു തന്നു. അങ്ങനെ മെഴുകുതിരി ഉരുകുമ്പോലെ ഉരുകിപ്പോയി. മെഴുകുതിരി അവസാനം ഇല്ലാതായി, പക്ഷെ വെളിച്ചം ബാക്കി എന്ന് പറഞ്ഞതുപോലെ സയ്യിദ് സാഹിബും ഉരുകി അങ്ങ് പോയി. വെളിച്ചം ബാക്കിയാക്കിക്കൊണ്ട് ആ മഹാനുഭാവന്റെ തേരോട്ടത്തിന്റെ അത്യുജ്വലമായ ഇഖ്ലാസ് നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ മുന്നേറ്റത്തിന്റെ ഉത്കിരണത്തിന്റെ സൗഖ്യങ്ങളും ആനന്ദങ്ങളും അനുഭവിച്ച് കഴിയുന്നവരാണ് ഇന്ന് ദ്വീപ് ജനത. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദ്വീപ് ജനതയുടെ ബാപ്പയായിരുന്നു സയ്യിദ് സാഹിബെങ്കിൽ ദ്വീപ് ജനതയുടെ ഉമ്മയായിരുന്നു ഫതഹുല്ലാ മുത്തുക്കോയ തങ്ങൾ. റബ്ബേ, ഈ ഉമ്മത്തിന് വേണ്ടി ജീവിച്ചിട്ട് നിന്റെ റഹ്മത്തിലേക്ക് വന്നുപോയ മഹാരത്നങ്ങളാണവർ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് അവരെ പൊതിയണേ അല്ലാഹ്. ആമീൻ. പറഞ്ഞു വരുന്നത് മുത്തിലും മുത്തായ മുഹമ്മദ് മുസ്തഫ. ചില ആൾക്കാർക്ക് സ്വലാത്ത് ചെല്ലാൻ ഒരു ഉഷാറില്ലാന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ ചെറുപ്പക്കാർ നല്ല പായസമായിട്ട് വന്നത്. അത് ഒരുക്കിയവരും അത് വിതരണം ചെയ്യുന്നവരും അവരെയൊക്കെ